ഒന്നര പതിറ്റാണ്ടുകാലം വടകര ലോക്സഭാ മണ്ഡലത്തിൽ എംപിയുടെ ഇടപെടലില്ലാതെ നടക്കാതെ പോയ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തും സ്വപ്ന പദ്ധതികൾ പങ്കുവച്ചും കെ ശൈലജ ടീച്ചറുടെ വികസന സംവാദം. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തേണ്ട വികസന ചർച്ചയിൽ മണ്ഡലത്തിലെ 100ഓളം ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP മോഡറേറ്ററായി. വടകര മണ്ഡലത്തിലെ റെയിൽവേ, കാർഷികം, തീരദേശം, തൊഴിൽ എന്നീ മേഖലകളെ ഊന്നിയായിരുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധികളുമായുള്ള കെ ശൈലജ ടീച്ചറുടെ വികസന സംവാദം. മണ്ഡലത്തിൽ MPയുടെ നേതൃത്വത്തിൽ നടപ്പിൽ വരുത്തേണ്ട വികസന പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചയിൽ 100ഓളം ജനപ്രതിനിധികളാണ് അഭിപ്രായങ്ങൾ നൽകിയത്. ആധുനികത എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ഇടത് സർക്കാരിന്റെ ആലോചനയെന്നും ടീം വർക്കിലൂടെ ഇതേ ആശയം പാർലമെന്റ് മണ്ഡലത്തിലും നടപ്പിൽ വരുത്താമെന്നും കെ ശൈലജ ടീച്ചർ പറഞ്ഞു. മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടം അനുവദിക്കുമെന്നും വന്യമൃഗ ആക്രമണം തടയുന്നതിനായി ആനമതിൽ പോലത്തെ പദ്ധതികൾ ആലോചിക്കുമെന്നും ടീച്ചർ ഉറപ്പു നൽകി. കുറേ പുതിയ പദ്ധതികൾ, ഓരോ വിഷയം എടുത്ത് അതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുക. അതാണ് ഞാൻ ഇന്നിവിടെയും ചർച്ച വരുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ശിശു മരണനിരക്ക് കുറക്കണം, അതിൻ്റെ ഒരു മാർഗമായിട്ട് ഒരു കമ്പോണൻ്റായിട്ട് എടുത്തത് കൺജനിറ്റൽ ഹേർട്ട് ഡിസീസ്, അതെങ്ങനെയാണ് പരിഹരിക്കുകയാണ്. ഗവൺമെൻറ് അതിന് കൊടുക്കുന്ന സപ്പോർട്ട് എന്താണ്, ഇത് അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിൽ എങ്ങനെയാണ് പരിഹാരം കാണുക എന്ന് കണ്ടെത്താൻ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നാളികേര റബ്ബർ കർഷകരുടെ പ്രതിസന്ധി, വയനാട് പാതയുടെ NOC, മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം എന്നിവ സംവാദത്തിൽ ചർച്ചയായി. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ചർച്ചയുടെ മോഡറേറ്ററായി. എന്തുകൊണ്ട് വടകര പുറകോട്ട് നിൽക്കുന്നുവെന്നറിയാനും വികസനം കൊണ്ടുവരാനുള്ള പ്രക്രിയയാണ് ഈ തിരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് വടകര പിന്നോട്ട് നിൽക്കുന്നത്? മുമ്പോട്ട് കുതിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും അത് നമ്മൾ നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെടുത്തിയതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. എന്നോട് പലരും ചോദിച്ചു, എന്താണ് ഈ നമ്മുടെ എന്നുള്ള ആ ഒരു സംജ്ഞയ്ക്ക് വലിയ അർത്ഥമുണ്ട്. നമ്മൾ അടിവരയിടുന്ന ബഹുസ്വരത, സാഹോദര്യം, ഫെഡറലിസം, മതനിരപേക്ഷത, ഇതാണ് നമ്മുടെ എന്നുള്ള ആ വാക്കുകൊണ്ട് നമ്മൾ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സർവദേശീയ തലത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ശൈലജ ടീച്ചറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. അവരുടെ സാന്നിധ്യവും ശബ്ദവും പാർലമെൻറ്റിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് വടകരയുടെ വികസനത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ നഷ്ടപ്പെടുന്ന മൂല്യങ്ങളെ തിരികെ പിടിക്കാൻ അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. TP രാമകൃഷ്ണൻ, P മോഹനൻ മാസ്റ്റർ, KT കുഞ്ഞിക്കണ്ണൻ, MK ഭാസ്കരൻ, പാലേരി രമേശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.